നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ സൈബർ സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനുമായി നാഷണൽ സൈബർ സെക്യൂരിറ്റി അതോറിറ്റി പുതിയ നിയമാവലി പ്രഖ്യാപിച്ചു. നിയമലംഘനങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിന് അതോറിറ്റിയുടെ പരിശോധകർക്ക് വിപുലമായ അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. സൈബർ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അതോറിറ്റിക്ക് കൈമാറുന്നവർക്ക് 50,000 റിയാൽ വരെ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈബർ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അതോറിറ്റിക്ക് കൈമാറുന്നവർക്ക് 50,000 റിയാൽ വരെ സമ്മാനം നൽകുമെന്നതാണ് പുതിയ നിയമാവലിയിലെ പ്രധാന പ്രഖ്യാപനം. അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഇത്തരം ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പേര് വെളിപ്പെടുത്താതെയും വിവരങ്ങൾ നൽകാമെങ്കിലും ഇവർക്ക് സമ്മാനത്തുക ലഭിക്കില്ല. കൂടാതെ അതോറിറ്റി ജീവനക്കാർക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഈ ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല. ലംഘനങ്ങൾ അന്വേഷിക്കാൻ നിയമിക്കുന്ന പരിശോധകർക്ക് ഡിജിറ്റൽ നെറ്റ്വർക്കുകളിലും ഓഫീസുകളിലും പ്രവേശിച്ച് പരിശോധന നടത്താനും ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും വിപുലമായ അധികാരം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വെബ്സൈറ്റുകളുടെയോ നെറ്റ്വർക്കുകളുടെയോ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. പരിശോധനകളോട് എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും പൂർണ്ണമായി സഹകരിക്കണം. വിവരങ്ങൾ കൈമാറുന്നവരുടെ രഹസ്യാത്മകത പൂർണ്ണമായി ഉറപ്പുവരുത്തുമെന്നും എന്നാൽ മനഃപൂർവ്വം വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി സൈബർ സെക്യൂരിറ്റി അതോറിറ്റി വ്യക്തമാക്കി. 24 ജിദ്ദ. സൗദി അറേബ്യയിൽ വേനൽക്കാലത്തെ ഏറ്റവും കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ജംറത്തുൽ ഖൈദ് കാലഘട്ടത്തിന് ഇന്ന് തുടക്കമായി. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില പരമാവധിയിലെത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന സൂചന. കടുത്ത ചൂടിനൊപ്പം ശക്തമായ വരണ്ട കാറ്റും തീരപ്രദേശങ്ങളിൽ കനത്ത ഈർപ്പവും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. വേനൽക്കാലത്തെ ഏറ്റവും കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ജംറത്തുൽ ഖൈദ് എന്ന ഘട്ടത്തിലേക്കാണ് സൗദി അറേബ്യ ഇന്ന് പ്രവേശിച്ചത്. ഇന്നു മുതൽ അടുത്ത 13 ദിവസത്തേക്ക് രാജ്യത്ത് താപനില വളരെ ഉയർന്ന നിലയിലായിരിക്കും. ജ്യോതിശാസ്ത്രപരമായി വേനലിന്റെ 4ാമത്തെ ഘട്ടമായ അൽ ഹൻആ ആരംഭിക്കുന്നതോടെയാണ് ചൂട് അതിന്റെ പരമാവധിയിലെത്തുന്നത്. അന്തരീക്ഷ താപനില കുത്തനെ ഉയരുന്നതിനാൽ പലയിടങ്ങളിലും മരീചിക ദൃശ്യമായി തുടങ്ങി. ഈ കടുത്ത ചൂടിന്റെ സമയത്താണ് ഈന്തപ്പഴങ്ങൾ വേഗത്തിൽ പഴുത്ത് പാകമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഇതിനെ തബാക്കൽ തമർ എന്നും വിളിക്കാറുണ്ട്. കടുത്ത ചൂടിനൊപ്പം ശക്തമായ കാറ്റും തീരദേശ മേഖലകളിൽ കനത്ത ഈർപ്പവും ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടും. ചൂട് പരിധി വിടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉച്ചസമയങ്ങളിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. സൂര്യാഘാതവും നിർജ്ജലീകരണവും തടയാൻ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. 24 ജിദ്ദ. ആംബുലൻസ് സർവീസിലെ മികവ് ഉയർത്തി UAE. 2026 ആദ്യ പകുതിയിൽ UAE നാഷണൽ ആംബുലൻസിൽ 59,000-ഓളം പേരെ ആശുപത്രിയിലെത്തിച്ചു. 1,70,70,000-ഓളം കേസുകളാണ് 6 മാസത്തിനുള്ളിൽ കൈകാര്യം ചെയ്തത്. 2026 ആദ്യ 6 മാസങ്ങളിൽ നാഷണൽ ആംബുലൻസ് 58,781 രോഗികൾക്കാണ് അടിയന്തര വൈദ്യസഹായം നൽകിയത്. 73,624 അടിയന്തര സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. ഇത് UAEയിലുടനീളം വർദ്ധിച്ചു വരുന്ന ആംബുലൻസ് ആവശ്യം എടുത്തുകാട്ടുന്നു. നാഷണൽ ആംബുലൻസ് പുറത്തുവിട്ട പ്രവർത്തന കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ആംബുലൻസ് കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 1,68,659 കോളുകൾ ലഭിച്ചു. ദിവസം ശരാശരി 937 കോളുകൾ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും 39-ൽ കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദ്രുത പ്രതികരണത്തിലൂടെയും പ്രത്യേക പ്രീ ഹോസ്പിറ്റൽ പരിചരണത്തിലൂടെയും ജീവൻ സംരക്ഷിക്കുന്നതിലും രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിലും അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ വഹിക്കുന്ന നിർണായക പങ്കിനെ ഡാറ്റ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനപ്പുറം തങ്ങളുടെ പങ്ക് വലുതാണെന്ന് നാഷണൽ ആംബുലൻസ് പറയുന്നു. ആംബുലൻസിൽ തന്നെ ഉടനടി ചികിത്സ നൽകുന്നത് ജീവൻ നിലനിർത്താനടക്കം സഹായകരമാകുന്നുണ്ട്. 998 എന്ന അടിയന്തര നമ്പർ വഴിയാണ് ആംബുലൻസ് സേവനം ലഭ്യമാവുക. 24 ദുബായ്. ദുബായിൽ ജെറ്റ് സ്കി അപകടത്തിൽ പിറന്നാൾ ദിനത്തിൽ 18-കാരിക്ക് ദാരുണാന്ത്യം. 17 വയസ്സുള്ള സഹോദരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെർമിറ്റും സുരക്ഷയുമില്ലാതെ ജെറ്റ് സ്കി റൈഡ് ചെയ്യുന്നതിനെതിരെ അബുദാബി മാരിടൈം മുന്നറിയിപ്പ് നൽകി. മൗറീഷ്യസിൽ നിന്നും കുടുംബത്തോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു 18-കാരി. 17 വയസ്സുള്ള സഹോദരിക്കൊപ്പമാണ് പെൺകുട്ടി ദുബായിൽ ജെറ്റ് സ്കിയിൽ ആഘോഷിക്കാൻ ഇറങ്ങിയത്. അമിത വേഗത്തിലായിരുന്ന ജെറ്റ് സ്കി നിയന്ത്രണം വിട്ട് കടലിലെ പുലിമുട്ടിലിടിച്ച് തകരുകയായിരുന്നു.
വെള്ളത്തിലേക്ക് തെറിച്ചു വീണ പെൺകുട്ടി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അനുജത്തിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത്യന്തം ദുഃഖകരമായ അപകടമാണ് ഉണ്ടായതെന്നും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ദുബായ് പോലീസിലെ ഫസ്റ്റ് ലഫ്റ്റനന്റ് മിര അൽ ഹദാദ് അറിയിച്ചു. എമിറേറ്റിലെ ജലപാതകളിലുടനീളം ബാധകമായ പിഴകളെക്കുറിച്ച് അബുദാബി മാരിടൈം മുന്നറിയിപ്പ് നൽകി. ചെറിയ നിയമലംഘനങ്ങൾക്ക് 1000 ദിർഹവും സമുദ്ര അപകടത്തിന് 5000 ദിർഹവും ആവശ്യമായ പെർമിറ്റ് ഇല്ലാതെ സമുദ്ര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 10,000 ദിർഹം തുടങ്ങി 30,000 ദിർഹം വരെ പിഴ ലഭിക്കുന്ന വിവിധ നിയമലംഘനങ്ങളിൽ സമൂഹമാധ്യമങ്ങൾ വഴി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 24 ദുബായ്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് നൽകിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. 1 മാസത്തിനകം പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. UAE, കുവൈറ്റ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് നൽകിയ കരാറാണ് വീണ്ടും കോടതി കയറുന്നത്. ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്ന് കാട്ടി കരാർ ലഭിക്കാതിരുന്ന കമ്പനികൾ ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസ് പരിഗണിച്ച കോടതി കരാറുകൾ റദ്ദാക്കാൻ ആവശ്യപ്പെട്ടു. കരാർ ലഭിച്ച കമ്പനികൾ ഓഫീസും ജീവനക്കാരെയും സജ്ജമാക്കി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുമ്പോഴായിരുന്നു കോടതി വിധി. എന്നാൽ ഈ വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അടിയന്തര പ്രാധാന്യത്തോടെ കേസ് പരിഗണിക്കണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് കോടതി ഉറപ്പു നൽകി. നേരത്തെ സേവനങ്ങൾ നൽകിയ കമ്പനിക്ക് 1 മാസം കൂടി അത് തുടരാമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതി വിധി. എന്നാൽ ഇന്ത്യൻ എംബസികൾ ഇതിന് അനുമതി നൽകിയിട്ടില്ല. ഇന്ത്യൻ കോൺസുലേറ്റ് എംബസി വഴിയാണ് ഇപ്പോഴും സേവനങ്ങൾ നൽകുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി കാത്തിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് സുപ്രീം കോടതി തീരുമാനം നിർണായകമാകും. 24 ദുബായ്. മിഡിൽ ഈസ്റ്റിലെ കരുത്തരായ 100 ബിസിനസ് നേതാക്കളുടെ പട്ടിക പുറത്തുവിട്ട CNBC അറേബ്യ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വയലിലും പട്ടികയിൽ ഇടം പിടിച്ചു. മിഡിൽ ഈസ്റ്റിലെ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്ന വ്യോമയാനം, ബാങ്കിംഗ്, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ, സാങ്കേതികവിദ്യ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി 11 പ്രധാന മേഖലകളിലെ പ്രമുഖർ അടങ്ങുന്നതാണ് പട്ടിക. ആകെ 2 മലയാളികൾക്ക് മാത്രമാണ് ഇടം പിടിക്കാനായത്. സാമ്പത്തിക പ്രകടനം, സാമ്പത്തിക സ്വാധീനം, നവീകരണം, കോർപ്പറേറ്റ് ഭരണം, പ്രതിരോധശേഷിയും സുസ്ഥിരതയും എന്നീ 5 പ്രധാന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് CNBC അറേബ്യ ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഗൾഫ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ദുബായിൽ അഴുക്കുപിടിച്ച മെട്രോ ബോർഡ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിച്ച ഒരു മലയാളിയെ പരിചയപ്പെടാം. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി തൻവീർ അഹമ്മദാണ് ഇപ്പോൾ ദുബായ് RTയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ മെട്രോ ബോർഡ് നേരെയായത് എങ്ങനെയെന്ന് നോക്കാം. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷന്റെ ബോർഡായിരുന്നു ഇത്. അൽക്കൂസിലെ തൊഴിലിടത്തിലേക്കുള്ള യാത്രക്കിടയിൽ തൃക്കരിപ്പൂർ സ്വദേശി തൻവീർ അഹമ്മദ് ഈ കാഴ്ച സ്ഥിരം കാണാറുണ്ട്. ഒരു ദിവസം ദൃശ്യം പകർത്തി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അയച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി എത്തി. നടപടി ഉണ്ടാകും. പിറ്റേ ദിവസം അതുവഴി പോകുമ്പോൾ കണ്ട കാഴ്ച തൻവീറിനെ ഞെട്ടിച്ചു. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സംഭവം. ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഞാൻ ഈ സംഭവം മറന്നിട്ടുള്ള സംഭവം. ഞാൻ ലൈക്ക് ഒരു ദിവസം മുമ്പ് ഈ മെസ്സേജ് അയച്ചു. ആ കാര്യം ഞാൻ വിട്ടു. അത് എനിക്ക് മൈൻഡിലേ ഇല്ല. ഞാൻ ജസ്റ്റ് ബസ്സിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലുക്ക് കൊടുത്ത അവിടത്തേക്ക് അപ്പോഴാണ് ഈ ഒരു പുതിയതായിട്ടൊരു ന്യൂ ബോർഡ് കാണുന്നത് അവിടെ. സത്യത്തിൽ പുതിയതായിട്ട് ലൈക്ക് അത് അവർ ക്ലീൻ ചെയ്തതല്ല, അവരത് ബോർഡ് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്തേക്കുന്നതാണ്. സോ ലൈക്ക് നല്ല ഹാപ്പിയായി. കഴിഞ്ഞ ദിവസം RTA തൻവീറിനെ ഓഫീസിലേക്ക് വിളിച്ച് അനുമോദിച്ചു. നല്ല സ്വീകരണമായിരുന്നു. അവർ ലൈക്ക് ഫുൾ എമറാത്തി ആൾക്കാരായിരുന്നു മൊത്തത്തിൽ. ലൈക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ആയിരുന്നു ഫുള്ളായിട്ടുണ്ടായത്. സോ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു. കേരളത്തിലും ഇത്തരത്തിൽ ഞൊടിയിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെന്ന് തൻവീർ പറയുന്നു.
എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ദുബായ് എപ്പോഴും നമ്പർ 1 നിർത്തുന്നത്. അതിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായാലും മലയാളികൾ കാരണമായി മാറുന്നു എന്നുള്ളത് നമുക്കൊക്കെയും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അല്ലെങ്കിലും ഏതു മാറ്റത്തിന് പിന്നിലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയാറുണ്ട്. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ബഹ്റൈൻ സന്ദർശനം വിജയകരമെന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ. ഇന്ത്യ ബഹ്റൈൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നുവെന്നും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചതായും ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കി. ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുന്നതായി ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ജൂലൈ 6-7 തീയതികളിലെ ബഹ്റൈൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ വഴിത്തിരിവായെന്നും ഇന്ത്യൻ സ്ഥാനപതി ഇന്ത്യൻ എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസകൾ ബഹ്റൈൻ നേതൃത്വത്തിന് കൈമാറിയ വിദേശകാര്യമന്ത്രി ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് ഭരണകൂടം നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി നടത്തിയ ചർച്ചയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധവും വിലയിരുത്തി. കൂടാതെ വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. 2026-27 വർഷത്തേക്ക് UN സുരക്ഷാ കൌൺസിലിലെ താൽക്കാലിക അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹ്റൈനെ അദ്ദേഹം അഭിനന്ദിച്ചതായും അംബാസിഡർ പറഞ്ഞു. കൂടാതെ ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബഹ്റൈൻ സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക രംഗത്തും ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ അദ്ദേഹം പ്രശംസിക്കുകയും പ്രവാസി സമൂഹത്തിന്റെ പങ്ക് എടുത്തു പറയുകയും ചെയ്തു. വ്യാപാരത്തിലും സേവനങ്ങളിലും വൻ വളർച്ചയുണ്ടായതായും ബഹ്റൈൻ പൗരന്മാർക്കായി ഇന്ത്യ 14 വിഭാഗങ്ങളിലായി വിസ സേവനം 1 വർഷം പൂർത്തിയാക്കിയതായും അംബാസിഡർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും നാവികരെ ലക്ഷ്യമിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിച്ചതായും അദ്ദേഹം അറിയിച്ചു. അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസിലുള്ള ഇന്ത്യയുടെ പങ്കാളിത്തവും കഴിഞ്ഞ വർഷങ്ങളിൽ ശക്തമായതായും ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. 24 ബഹ്റൈൻ. 2026 ഓൾ ഇന്ത്യ മെഡിക്കൽ നീറ്റ് പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മികച്ച നേട്ടം. ബ്രില്യന്റിലെ വിദ്യാർത്ഥി ജൊഹാൻ ജോബ് 720-ൽ 695 മാർക്ക് നേടി അഖിലേന്ത്യാ തലത്തിൽ 69 റാങ്കോടെ മികച്ച വിജയം കരസ്ഥമാക്കി. കേരളത്തിലെ ആദ്യ 10-ൽ 7 റാങ്കും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്കാണ്. നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 69 റാങ്ക് കരസ്ഥമാക്കിയ ജൊഹാൻ ജോബ് ചങ്ങനാശ്ശേരി സ്വദേശി ജോബ് കെ ജോസഫിന്റെയും അധ്യാപികയായ ആൻ നീതോ മാത്യുവിന്റെയും മകനാണ്. ബംഗളൂരു പ്രസിഡൻസി സ്കൂളിലെ പഠനത്തോടൊപ്പം 2 വർഷമായി ബ്രില്യന്റിൽ ഓൺലൈനായി എൻട്രൻസ് പരിശീലനം നേടിവരികയായിരുന്നു ജൊഹാൻ. 720-ൽ 692 മാർക്കോടെ കേരളത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ നീരജ് ബി കൊല്ലം കരുനാഗപ്പള്ളി ബിന്ദുഭവനിൽ ബിജോജിയുടെയും സ്റ്റാഫ് നഴ്സായ രേഖ എസിന്റെയും മകനാണ്. 720-ൽ 686 മാർക്കോടെ നിവേദിത മനോജ് നായർക്കാണ് അഖിലേന്ത്യാ തലത്തിൽ 169-ാം റാങ്ക്. 720-ൽ 685 മാർക്കോടെ മുഹമ്മദ് ഫാദിൽ 183-ാം റാങ്ക് കരസ്ഥമാക്കി. 720-ൽ 683 മാർക്കോടെ തോമസ് കുര്യൻ 220-ാം റാങ്ക് സ്വന്തമാക്കി. 677 മാർക്കോടെ മുരളീകൃഷ്ണ അശോക് 334-ാം റാങ്ക് നേടി. 675 മാർക്കോടെ ലാരിൻ മുഹമ്മദ് 386-ാം റാങ്കും 675 മാർക്ക് നേടി അച്യുത് ശൈലേന്ദർ ഉമേഷ് 397-ാം റാങ്കും കരസ്ഥമാക്കി. 675 മാർക്ക് നേടി ദേവനാരായണൻ എസ് 411-ാം റാങ്കും ദുർഗ ബി എസ് 674 മാർക്കോടെ 416-ാം റാങ്കും നേടി. 671 മാർക്ക് നേടി സെബിൻ ഇ 466-ാം റാങ്ക് നേടി. നീറ്റ് 2026 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ബ്രില്യൻ ഡയറക്ടേഴ്സും അധ്യാപകരും അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം നാളെ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30-ക്കാണ് കുതിച്ചുയരുക. മിഷൻ ആഗമൻ എന്നാണ് ചരിത്ര ദൌത്യത്തിന് പേരിട്ടിരിക്കുന്നത്.
24 മീറ്റർ ഉയരമുള്ള റോക്കറ്റ് പൂർണ്ണമായും കാർബൺ കോമ്പോസിറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ലിക്വിഡ് എഞ്ചിനുകൾ പൂർണ്ണമായും 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലും നിർമ്മിച്ചു. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്ക് 350 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ റോക്കറ്റിന് ശേഷിയുണ്ട്. റോക്കറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇൻബിൽഡ് ഇന്റലിജൻസ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യയും എഞ്ചിൻ കരുത്തും യഥാർത്ഥ ബഹിരാകാശ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിക്കുക എന്നതാണ് കന്നി വിക്ഷേപണത്തിന്റെ പ്രധാന ലക്ഷ്യം. പരീക്ഷണ പറക്കലാണെങ്കിലും ചില പ്രധാന പേലോഡുകളും ഈ റോക്കറ്റ് ബഹിരാകാശത്ത് എത്തിക്കുന്നുണ്ട്. കോസ്മോസർ സ്പേസിന്റെ മിഷൻ എംബ്രേസ് വഴി പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായി പിടിച്ചെടുക്കാനുള്ള സോഫ്റ്റ് റോബോട്ടിക് സാങ്കേതികവിദ്യ പരീക്ഷിക്കും. ശാസ്ത്രജ്ഞരായ CV രാമൻ, വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരുടെ സൂക്ഷ്മശില്പങ്ങളും ലാബ് ഗ്രോൺ ഡയമണ്ടുമടങ്ങിയ ഒരു കലാസൃഷ്ടിയും റോക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 നവംബറിൽ വിക്രം എസ് എന്ന സബ് ഓർബിറ്റൽ റോക്കറ്റ് സ്കൈ റൂട്ട് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. നാളെ ഈ വിക്ഷേപണം വിജയിച്ചാൽ ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് വലിയൊരു മുന്നേറ്റമുണ്ടാകും. ന്യൂസ് ഡെസ്ക് 24. ഗൾഫ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം സർ ഗാരഫീൽഡ് സോബേഴ്സ് അന്തരിച്ചു. 89-ാം വയസ്സിൽ ബാർബഡോസിലാണ് അന്ത്യം. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായി അറിയപ്പെടുന്നയാളാണ് സോബേഴ്സ്. 93 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച സോബേഴ്സ് 832 റൺസും 235 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. 1958-ൽ സോബേഴ്സ് പുറത്താകാതെ നേടിയ 365 റൺസ് 36 വർഷക്കാലം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറായിരുന്നു. 1968-ൽ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഒരു ഓവറിലെ 6 പന്തും സിക്സർ പറത്തിയും സോബേഴ്സ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NSSന് പിന്നാലെ SNDPയും സർക്കാരുമായി ഇടയുന്നു. SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളുടെ അധ്യാപക നിയമനത്തിന് സർക്കാർ നോമിനി അനുവദിക്കാൻ വൈകുന്നതാണ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുന്നത്. അധ്യാപക നിയമനത്തിനെതിരായ പരാതിയിൽ SN ട്രസ്റ്റിനോട് വിശദീകരണം തേടിയതും ബന്ധം വഷളാകാൻ കാരണമായി. വിശദീകരണം നൽകിയിട്ടും SN ട്രസ്റ്റ് കോളേജുകളുടെ നിയമനത്തിന് നോമിനിയെ അനുവദിച്ചിട്ടില്ല. അപേക്ഷയിൽ മെറിറ്റ് അനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രതികരിച്ചു. NSSന് പിന്നാലെ SNDPയുമായും സർക്കാർ പോരിലേക്ക് നീങ്ങുന്നു എന്നതിലേക്കാണ് സർക്കാർ നോമിനി വിഷയത്തിലെ കാലതാമസം വിരൽ ചൂണ്ടുന്നത്. അധ്യാപക നിയമനത്തിൽ സർക്കാർ നോമിനിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് SN ട്രസ്റ്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ചൂണ്ടിക്കാട്ടി വിശദീകരണം തേടുന്നത്. 1987 മുതൽ SN ട്രസ്റ്റ് കോളേജുകളിൽ നടന്ന അധ്യാപക നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നാണ് പരാതി. സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം വിശദീകരണം നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ നോമിനിയെ അനുവദിച്ചിട്ടില്ല. SN ട്രസ്റ്റിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് മുന്നിലാണ്. SN ട്രസ്റ്റിനൊപ്പം അപേക്ഷിച്ച മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നോമിനി അനുവദിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി ആയുധമാക്കി സർക്കാർ SN ട്രസ്റ്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ സർക്കാർ നോമിനി കൂടി ഉൾപ്പെട്ട സംവിധാനം വേണമെന്നാണ് ചട്ടം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നോമിനിയെ അനുവദിക്കേണ്ടത്. നോമിനിയെ നിയമിക്കാത്തത് SN ട്രസ്റ്റ് കീഴിലുള്ള കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഭരണപരമായ വിഷയങ്ങൾ ഉചിതമായി തീരുമാനമെടുക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതികരണം. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റിനെ വിവേചിച്ച് കാണുന്ന രീതിയൊന്നുമില്ല. അത് ഫയൽ വരുന്നതനുസരിച്ച് നമ്മൾ അതിനകത്ത് അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ചുള്ള ഒരു വിവേചനവും ഇല്ല. നമുക്ക് എല്ലാവർക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകും. സർക്കാർ നോമിനിയെ നിയമിക്കാൻ വൈകുന്നതിൽ SN ട്രസ്റ്റിന് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ഇടപെടാമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അമുസ്ലിങ്ങളായവരെ ബോർഡിൽ നിയമിക്കാമെന്ന് സമ്മതിച്ചത് വഴി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പാദസേവ നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കുന്നത് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് കള്ളം പറയുകയാണെന്നും PMA സലാം തിരിച്ചടിച്ചു. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി വിധിയാണ് ഭരണപ്രതിപക്ഷ പോരിന് വഴിയൊരുക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വഴിക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്ന രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയത്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചതെന്നും ലീഗ് മറുപടി പറയണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അഡ്വക്കറ്റിന്റെയോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്തമായിട്ടല്ലാലും അത് വരുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ. ഒരു വിഭാഗത്തിന്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റ് സമുദായക്കാർ വേണ്ട എന്നതാണ് ലീഗിന്റെ എക്കാലത്തെയും നിലപാടെന്ന് പിണറായിക്ക് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ മറുപടി. കേസുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കള്ളം പറയുകയാണെന്നും PMA സലാം. പ്രതിപക്ഷ നേതാവിന് അതിന്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയാനല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം
ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ ഹൈക്കോടതിയിൽ നാടകം കളിച്ചെന്നും സുപ്രീം കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. BJPയുടെ സംസ്ഥാന നേതാവ് കൊടുത്ത പെറ്റീഷനെ കോടതിയിൽ പരസ്യമായി സപ്പോർട്ട് ചെയ്യുക വഴി കടുത്ത വഞ്ചനാത്മകമായ നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത കേരള വഖഫ് ബോർഡ് നൽകിയ ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഇന്നത്തെ ഗൾഫ് ടുഡേ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.